നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു കാലത്തും കേരളത്തിൽ നടപ്പാകില്ല എന്ന് അല്ലെങ്കിൽ നടപ്പാക്കരുത് എന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആഗ്രഹിച്ച പദ്ധതികൾ രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ട് നടപ്പാക്കാൻ കേരളത്തിന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാധിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ, വിവിധ വകുപ്പ് മന്ത്രിമാരാവട്ടെ, എല്ലാ മേഖലകളിലും അതിൻ്റെ കൃത്യമായ ഇടപെടലുകളും ഫോളോ അപ്പ് നടത്തിയതിൻ്റെ ഭാഗമായാണ് ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമായത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 6 വരിയായി ദേശീയപാത വികസിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ 2 റീച്ചുകളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. പക്ഷേ ആ റീച്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ കേരള സർക്കാരിനെ, കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കാൻ പറ്റും, അങ്ങനെ അവഹേളിക്കുക എന്നുള്ളത് എങ്ങനെ എന്ന് കണ്ടെത്തി ഗവേഷണം നടത്തുന്ന കേന്ദ്ര സർക്കാർ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കേരളത്തോട് പ്രതികാരം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായാണ് പൊതുമരാമത്ത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ചുക്കാൻ പിടിച്ച കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് ശരിക്ക് കേരളത്തോടുള്ള ഒരു പക വീട്ടിലാണ്. സാജൻ എന്താണ് ഇതേക്കുറിച്ച് തോന്നുന്നത്? അല്ല, ഇതിനെ BJP ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ യഥാർത്ഥത്തിൽ ദേശീയപാത എന്ന് പറയുന്നത് ഒരു ദേശീയപാത കേന്ദ്ര സർക്കാരിൻ്റെ അതോറിറ്റിയുടെ പദ്ധതിയാണെങ്കിലും ഇതൊരു സംയുക്ത സംരംഭമാണ്. അതിൻ്റെ ചരിത്രമുണ്ട്. പക്ഷേ അത് നമുക്ക് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇത് യഥാർത്ഥത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് ഈ ദേശീയപാത വികസനം പൂട്ടിക്കെട്ടി ദേശീയപാത അതോറിറ്റി ഈ ഓഫീസിൻ്റെ പ്രവർത്തനം തന്നെ നിർത്തിപ്പോയതാണ്. അത് കഴിഞ്ഞ് 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം ഡൽഹിയിലെത്തി കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇതിനൊരു പുനരുജ്ജീവനം സാധ്യമായത്, ജീവൻ വയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം BJP ഇത് മുടക്കാൻ പല പണികളും നടത്തിയിട്ടുണ്ട്. 2018 അന്നത്തെ BJP പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ളയാണ് ഈ ദേശീയപാത അതോറിറ്റിക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് കത്തയച്ചത്. ഡൽഹി പോയും ചെയ്ത്. പിന്നീട് നമ്മുടെ വയൽക്കിളികളൊക്കെ ഓർമ്മ, അവിടെ തളിപ്പറമ്പിൽ ഈ ദേശീയപാത അവിടുത്തെ പാലത്തിൻ്റെ പണി നടത്തരുതെന്നൊക്കെ പറഞ്ഞിട്ട് ദേശീയപാത നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തി. കുമ്മനം രാജശേഖരൻ നമ്മുടെ ബംഗാളിൽ നിന്ന് നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു. എന്നിട്ട് BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഇവിടെ വന്നു, സുരേഷ് ഗോപി വന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ മുടക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് BJPയുടെ വേറെ പ്രസിഡന്റായ K. സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു, മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു. ഇത് സാധ്യമായാൽ പിണറായി വിജയനെ ഞാൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 BJP പ്രസിഡന്റുമാർ ഇതിനെതിരെ ഇത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ഇപ്പോഴത്തെ BJP പ്രസിഡന്റ് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്കാണെന്നും പറഞ്ഞ് പുള്ളി ഉൾപ്പെടുത്തി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. ഇതാണ് ഈ BJPയുടെ ഒരു ചരിത്രം ഈ വിഷയത്തിൽ. അപ്പോൾ ഇവർക്ക് എന്തിൻ്റെയും പിന്നെ വേറെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശീയപാത അതോറിറ്റിക്ക് പൂർണ്ണമായി അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ പല സ്ഥലത്തും നടപടി വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾ ഇടപെടാറുണ്ട്. പക്ഷെ അങ്ങനെ നോക്കിയാൽ തന്നെ പാർലമെൻറ്റ് നൽകിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിച്ചത് കേരളമാണ്. 5700 കോടി. പൊന്നുംവില കൊടുത്താണ് ഭൂമി ഏറ്റെടുത്തത്. പൊന്നുവില എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ പൊന്നുവിലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കേരളം 5700 കോടി രൂപ കൊടുത്തു. ഉത്തർപ്രദേശ്, ഹരിയാനയും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഹരിയാന അത്ര വലിയ സംസ്ഥാനം അല്ലെങ്കിൽ പോലും ഈ ദേശീയപാതയുടെ ദൈർഘ്യം നോക്കുമ്പോൾ ഹരിയാന വലിയൊരു സ്റ്റേക്കുള്ള സംസ്ഥാനമാണ്. പക്ഷെ അവർ കൊടുത്തതിനേക്കാളും കൂടുതൽ പൈസയാണ് കേരളം കൊടുത്തത്, 5700 കോടി രൂപ. അപ്പോൾ ഈ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ഇവർ ഒരു ഉളുപ്പുമില്ലാതെ ഇത് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി ഒഴിവാക്കി. പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കരാർ ഒപ്പിട്ടത് ദേശീയപാത അതോറിറ്റി. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അല്ല, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിപരമായൊരു വിഷയമല്ല. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് അതോറിറ്റിയും കൂടെ നടത്തിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സാധ്യമായത്. ഇത് ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേമം, അതായത് ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ വികസന പദ്ധതികൾ അത് കേരളം ഒരുപാട് ആഗ്രഹിച്ചാണ്. ഇപ്പം പൈപ്പ് ലൈൻ പദ്ധതി ആവട്ടെ, ഇത്തരം പദ്ധതികളൊക്കെ അതിനൊക്കെ ഒരുപാട് വിവിധ വിധ്വംസ സംഘടനയുടെ നേതൃത്വത്തിൽ, തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ ജനകീയ സമരങ്ങൾ എന്ന പേര് പറഞ്ഞിട്ട്, അതായത് എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ മലപ്പുറം ഭാഗത്തൊക്കെ ദേശീയപാത പോകുന്നിടത്തൊക്കെ ഭൂമി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സർവേക്ക് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് മിക്ക വീടുകൾക്ക് മുമ്പിലും ബോർഡ് വെച്ചൊരു സമയം ഉണ്ടായിരുന്നു. റോഡ് ഉപരോധിച്ച് സമരം നടത്തിയൊരു സമയം ഉണ്ടായിരുന്നു.
പക്ഷെ അത്തരം ആളുകളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് പിന്നീട് എല്ലാവരും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഈ കുത്തിത്തിരിപ്പുകളൊക്കെ അവസാനിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലിൻ്റെ ആ ഇച്ഛാശക്തി കണ്ടുകൊണ്ട് ഈ ആളുകളൊക്കെ ഭൂമി വിട്ടുകൊടുക്കാനും പിന്നീട് ഇതുമായി സഹകരിക്കുകയും ഇത് വളരെ വളരെ അതിവേഗത്തിൽ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ ഒരുപാട് റീച്ചിലൂടെ വാഹനങ്ങൾ ഈ 6 വരിപ്പാതയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിലേക്കാണ് കിടന്ന കുറ്റിപ്പുറം മുതൽ അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്. വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് അത് പൂർത്തീകരിക്കാനുള്ളത്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് അനുഭവേദ്യമാണ്. കേരള സർക്കാർ ഇതിൽ ഇടപെടുന്നത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെടുന്നത്, ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് സ്റ്റക്കാവുന്ന സമയത്തൊക്കെ ഈ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ ഡൽഹിയിൽ പോയി നിതിൻ ഗഡ്കരിയൊക്കെ കണ്ട് ചർച്ച നടത്തി. എനിക്ക് തോന്നുന്നു സാജൻ ആ സമയത്തൊക്കെ ഡൽഹിയിൽ ദേശായിൻ്റെ ബ്യൂറോ ചീഫായിട്ട് ഉള്ള ഒരു സമയം കൂടാണ്. എന്താ സാജൻ ഇതിന് പിന്നിൽ ശരിക്കും ഇത് സാജൻ പറഞ്ഞതുപോലെ ഇത് കെറുവാണ്. കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് വേറെ ആർക്കും വേണ്ട, അതെല്ലാം ഞങ്ങൾക്ക് മാത്രം മതി എന്ന് പറയുന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ വിരോധം കൂടെയല്ല, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്തൊക്കെ ശരിക്കും കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അത് വ്യക്തമാണ്, രാഷ്ട്രീയ വിരോധമാണ്. അത് ഇവരെ പരാമർശങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാര്യം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒഴിവാക്കിയതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ വളരെ മോശം, അത് നമ്മളെ ഒരു പൊതുസമ്മതത്തിന് മുന്നിൽ ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അത് BJPയുടെ സംസ്കാരത്തിൻ്റെ കൂടെ BJP ഈ സംസ്കാരശൂന്യമായ പദങ്ങൾ ഉപയോഗിക്കുകയും ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത, ചർച്ച പോലും ചെയ്തുകൂടാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒരു മോശം തരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന BJPയുടെ സംസ്കാരമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് UDF ഇത് ഏറ്റുപിടിക്കുന്നത്. അപ്പോൾ UDFിൻ്റെ ചില ഇതൊക്കെ കേട്ടാൽ തോന്നുന്നു അവർക്ക് ഒരിക്കലും കേരളത്തിൽ ഇനി അധികാരം വരില്ലെന്ന് അവർ തന്നെ ഉറപ്പിച്ച രീതിയിലാണ്. കാര്യം ഇത് ആര് അധികാരത്തിൽ, കേരളം ആര് ഭരിക്കുന്നു എന്നുള്ള രീതിയിലല്ല, കേരള ജനതയും കേരള സമൂഹത്തിൻ്റെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയാണ് ഇവർ ഒഴിവാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ സാജൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒന്ന്, ഈ നമ്മളിതിൽ കാണുന്ന BJPയുടെ വിവരക്കേട് വിവരക്കേട് എന്ന് പറയും. കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരൻ മിക്ക സമയത്തും വാ തുറന്നാൽ അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു മനുഷ്യൻ സംഖ്യയായാൽ എത്രമാത്രം അതമ്പതിക്കും. ആ അതമ്പതനം, കാരണം അദ്ദേഹം വലിയ ടെക്നോക്രാറ്റാണ്, അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്, അദ്ദേഹം വലിയ വ്യവസായിയാണ്. അവർക്കൊക്കെ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു മാന്യതയും അദ്ദേഹത്തിൽ നിന്ന് കാണാം. അതാണ് ഇപ്പം മുഹമ്മദ് റിയാസിനെ കുറിച്ച് അദ്ദേഹം വളരെ മോശമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് സാജൻ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ UDFിനാണ് ഇതിൻ്റെ അകത്ത്, നമ്മൾ BJPയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കാണുന്നതിനോടൊപ്പം UDFിൻ്റെ നിലപാട് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ മാത്രമല്ല, ഇപ്പം സാജൻ അറിയല്ലോ, നമ്മുടെ സർവകലാശാലകൾ വിഴുങ്ങാൻ ഗവർണർമാരെ ഉപയോഗിച്ച് BJP കേന്ദ്ര നേതൃത്വം നടത്തിയ എല്ലാ നീക്കങ്ങളും നടത്തിയ സമയത്ത് അതിനെ പ്രതിരോധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ, പ്രത്യേകിച്ച് SFI നടത്തിയ സമരത്തിനെ ഗുണ്ടകളുടെ സമരമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ച്. ഇതുവരെ നമ്മളാരും പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിൻ്റെ ഒരു നേതാവോ ഒരാൾ പോലും ഈ കേന്ദ്ര ഗവൺമെൻറ് ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലയിൽ നുഴഞ്ഞു കയറുന്നതിനെതിരെ ഒരു വാക്ക് പോലും പറയണം. അതുപോലെ തന്നെയല്ല ഇതും. അല്ല, ഇത് നമ്മൾ പറയുമ്പോൾ കുറച്ച് ഈ വിഷയം വിട്ടു പോയാണെങ്കിലും പക്ഷേ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. കാര്യം ഇത് യഥാർത്ഥത്തിൽ നമ്മളറിയാം, ഈ BJPയുടെ ഈ രാജ്യത്ത് BJP എങ്ങനെയാണ് അധികാരം പിടിച്ചതെന്ന്. അതൊരു ഹേറ്റ് ക്യാമ്പയിൻ വഴിയാണ്. അതിനുപരി പുസ്തകങ്ങൾ തന്നെയുണ്ട്. I am a troll എന്നൊക്കെ പറഞ്ഞ് വളരെ ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ, സ്വാതി ചതുർവേദി എഴുതിയ പുസ്തകം തന്നെ ഉണ്ട്, I am a troll. കാരണം BJP സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഹേറ്റ് ക്യാമ്പയിൻ ഇന്ത്യയിൽ തുടങ്ങി വെച്ചതെന്ന്. ഈ ഹേറ്റ് ക്യാമ്പയിനിലൂടെയാണ് അവർ കോൺഗ്രസിനെ ജനങ്ങളുടെ മുമ്പിൽ വളരെ വെറുക്കപ്പെട്ട ഒരു സംഭവമാക്കി മാറ്റിയത്. ആ കോൺഗ്രസിൻ്റെ സംഭാവന ഉണ്ട്, അവരുടെ ചില ചെയ്തികളൊക്കെ ഉണ്ട്, എന്നാൽ പോലും. പക്ഷേ ദേശീയ തലത്തിൽ BJP നടത്തിയ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതാണ് കേരളത്തിൽ ഇപ്പോൾ UDF എന്ന് വെച്ചാൽ കോൺഗ്രസും മുസ്ലിം ലീഗും അതെല്ലാം കൂടെ ചേർന്ന്, അവരെ കൂടെ നിൽക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് വളരെ ആസൂത്രിതമായിട്ടൊരു ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയാണ്. അപ്പോൾ BJP ഒരു ഭാഗത്തും കോൺഗ്രസ് ഒരു ഭാഗത്തും, ഇവർ രണ്ടു കൂട്ടരും കൂടെ ചേർന്നാണ് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇവരെ അറിയാതെയും ഇവർ രണ്ട് പ്രൊഫൈലുകളും തമ്മിൽ സഹകരിക്കുന്നുണ്ട്. BJP വളരെ അടിസ്ഥാനരഹിതവും വളരെ വിദ്വേഷജനകമായ പോസ്റ്റ് ഇട്ടാൽ UDFിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അവർ ഇത് ഷെയർ ചെയ്യുകയാണ്, തിരിച്ചു നടക്കുകയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. BJP ഓക്കെ, അവരുടെ ഒരു സംസ്കാരം തന്നെ ഹേറ്റ് ക്യാമ്പയിനാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഐഡിയോളജി അങ്ങനെ ഹേറ്റ് അല്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ എന്താണ്, സ്നേഹത്തിൻ്റെ കടയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ കട മുതലാളിമാരെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിദ്വേഷജനകമായ പോസ്റ്റുകൾ ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അതിൻ്റെ വേറെ ഇത് തന്നെയാണ്. ഇവർ മനസ്സിലാക്കുന്നില്ല ഇതുണ്ടാക്കുന്ന കുഴപ്പം. ഇവർക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പഞ്ചായത്ത് അധികാരം കിട്ടിയാൽ പോലും ഇവർ അനുഭവിക്കാൻ പോകുന്നത് ഇതാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത് വളരെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു
ഒരു വിഭജന സ്വഭാവം ഉണ്ടല്ലോ, അതിലേക്ക് തന്നെയാണ് ഇത് പോകാൻ പോകുന്നത്. ഇവർ ഇപ്പം മന്ത്രി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പറയുന്ന ഈ പ്രചരണത്തെ ഇവർ ഏറ്റെടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ദുരന്തം എന്താണെന്ന് കോൺഗ്രസ്സുകാരും UDFകാരും മനസ്സിലാക്കുന്നില്ല. അത് ഒരു കേവലം രാഷ്ട്രീയമല്ല, അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അത് കേരളത്തിൽ അത് വിജയിക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. അത് ഇവർക്ക് വലിയ തിരിച്ചടിയാവുമെന്ന് നമുക്കറിയാം. ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അത്രത്തോളം ആഴത്തിൽ മുറിവ് സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒരു ക്യാമ്പയിനാണ് BJP തുടങ്ങി വെച്ചത്. അത് UDF ഏറ്റെടുക്കുന്ന എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അവർക്ക് തന്നെ അത് നല്ലത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പം സാജൻ പറഞ്ഞപ്പോൾ നേരത്തെ മുമ്പ് BJPയുടെ IT സെല്ലിൽ പ്രവർത്തിച്ചൊരു വനിത തന്നെ പിന്നീട് അതിൻ്റെ അകത്ത് നടന്ന എത്ര ലക്ഷക്കണക്കിന് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടാണ് അവർ ക്യാമ്പയിൻ നടത്തിയെന്നൊക്കെ തുറന്ന് പറയുന്നത്. ഇപ്പം ഈ UDFൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം VD സതീശൻ ഈ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷമാണ്, യഥാർത്ഥ ഇടതുപക്ഷമാണ്, എൻ്റെ നിലപാടുകൾ ഇടതുപക്ഷമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ജാഥ നയിച്ചു. ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങി ഇപ്പോൾ തിരുവനന്തപുരത്ത് സമാപിച്ചു കഴിഞ്ഞ ദിവസം. എവിടെയും അദ്ദേഹം എല്ലാ ജില്ലയിലും വാർത്താസമ്മേളനം നടത്തിയ സമയത്താവട്ടെ ജാഥയിൽ പ്രസംഗിക്കുമ്പോൾ നമ്മളാരും BJPയെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ല. മുഖ്യമന്ത്രിയെക്കുറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചും CPMനും കുറിച്ച് ബള്ള് പറയാമെന്നല്ലാതെ BJPയെക്കുറിച്ച് പറഞ്ഞത് നമ്മളാരും കേട്ടില്ല. ഇത് മാത്രമല്ലല്ലോ, BJP ആയിട്ടുള്ള പണ്ടേ ബന്ധം ഉള്ള ഒരു മുന്നണിയാണ് UDF. അതാണ് പഴയ കോലീപി സഖ്യം. എനിക്ക് തോന്നുന്നത് ഇപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു വല്ലാത്തൊരു കൂട്ടുകെട്ടിലേക്ക്, ഒരു ധാരണയിലേക്ക്, അല്ലെങ്കിൽ ഒരു എഴുകിച്ചേരലിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ല, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ അതൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJP നടത്തുന്ന BJP ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വാതന്ത്ര്യം തകർക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങളെ തുറന്നു കാണിക്കാനോ ഇവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് അത് ചർച്ചയാക്കാനോ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ദേശീയപാത വിഷയത്തിൽ തന്നെ വരുമ്പോൾ പാർലമെൻറ്റിൽ കൊടുത്ത മറുപടിയുണ്ട്. കഴിഞ്ഞ 3 വർഷം 1.65 ലക്ഷം കോടി രൂപയാണ് ദേശീയപാത ടോൾ ഇനത്തിൽ ഇവർ പിരിച്ചെടുത്തത്. ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിൽ പല സ്ഥലത്തും പല ടോൾ ബൂത്തുകളും സമരം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കേന്ദ്രത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമാണെന്നുള്ള രീതി ചർച്ച ചെയ്യാൻ UDF തയ്യാറാവുന്നില്ല. അത് വലിയ അത് കാര്യം അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് BJPക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഈ 1.65 ലക്ഷം കോടി രൂപ 3 വർഷത്തിനുള്ളിൽ ഇവർ പിരിച്ചെടുത്തെന്ന് പറയുന്നത് അത് രേഖാമൂലം പാർലമെൻറ്റിൽ നൽകിയ മറുപടിയാണ്. അത് ചർച്ച ചെയ്യാതെ ഇവിടെ ഓരോ ടോൾ ബൂത്തിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ അതൊരു കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നയത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ദേശീയപാത മോണിറ്റൈസ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ദേശീയപാത തുണ്ടായിട്ട് മുറിച്ച് ഓരോ കമ്പനിക്ക് കൊടുക്കുകയാണ്. അത് വരുന്ന ആളുകൾ വരും. അപ്പോൾ ഇതൊരു കേന്ദ്രത്തിൻ്റെ ഒരു നയസമീപനം. അത് ഈ നയസമീപനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മുടെ ഈ കോൺഗ്രസ് രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോൾ തുടങ്ങി വെച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ വീണ്ടും ഭരണ സ്വപ്നം കാണുന്ന കോൺഗ്രസ്സിന് സ്വപ്നമാണ്. പക്ഷേ സ്വപ്നം കാണുന്ന കോൺഗ്രസ് ഒരിക്കലും ഈ മോഡി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെയും ഉദാരവൽക്കരണ നയങ്ങളെയും എതിർക്കാൻ കഴിയില്ല. കാര്യം അവരും ഞങ്ങൾ ഇത് നടപ്പാക്കുമെന്ന് മനസ്സിലാഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല അവരുടെ കാലത്ത് നരേന്ദ്ര റാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെ കാലത്താണിത് നടപ്പാക്കിയതും. അത് കുറച്ചും കൂടെ ശക്തമായി അതിനകത്തേക്ക് മതത്തെയും കൂടെ ഉൾച്ചേർത്തുകൊണ്ട് കുറച്ചും കൂടെ വർഗീയ സ്വഭാവത്തിലൂടെ ഈ ഉദാരവൽക്കരണവും ലിബറൽ നയങ്ങളും നടപ്പാക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സിന് ആത്മാർത്ഥമായിട്ട് ഇതിനെ എതിർക്കാനും പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പോലും ഇവിടെ പറഞ്ഞത് അവരാണ് ഇതിനൊക്കെ എതിർക്കണമെന്നും ഇടതുപക്ഷം അതിനൊക്കെ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം UPAക്കുള്ള പിന്തുണ പിൻവലിക്കാൻ തന്നെ കാരണം ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിക്ക് കൊടുത്ത പിന്തുണ പോലും അന്തസ്സോടുകൂടി പിൻവലിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു പാർട്ടിയാണ് CPMഉം ഇടതുപക്ഷവും. ഇത് എനിക്ക് തോന്നുന്നത് സാജ ഇന്നിപ്പം രാജീവ് ചന്ദ്രശേഖർ ആ ചടങ്ങ് പങ്കെടുക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിമാർ കുറേ ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം ഇന്ന് സ്വാഭാവികമായും ആ ചടങ്ങിൽ ആ വേദിയിലുണ്ടാകുമ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന സമയത്ത് എല്ലാവരും എത്തുന്ന മുമ്പേ അദ്ദേഹം സ്റ്റേജിൽ കയറിയിരുന്നത് ഭയങ്കരമായിട്ട് ട്രോളുകൾ ഇറങ്ങിയതാണ്. അദ്ദേഹം തന്നെ പരിഹാസിനെ BJPക്കാർ പോലും തലക്ക് കൈ കൊടുത്ത് അയ്യേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാരണം ഇത്രയും നിലവാരമില്ലാത്ത ഒരാളാണോ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ അവർ സ്വയം പരിഹാസരായി നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇതും മിക്കവാറും അത്യാവശ്യം കേരളത്തിലെ ജനങ്ങൾ ട്രോളെന്നാണ് തോന്നുന്നത്. അല്ല, ഇത് വിഴിഞ്ഞ ആദ്യത്തെ അല്ല, കുമ്മനടി എന്ന് കേട്ടിട്ടില്ലേ? കുമ്മനടി അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ട്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് കുമ്മനടി അക്ഷരം കാണപ്പെട്ടു. അപ്പോൾ ഇത് ഇവരുടെ ഒരു ശൈലിയാണ്. അപ്പോൾ ഈ കുമ്മനടിയിൽ നിന്നാണ് ഈ വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖരൻ പ്രത്യക്ഷപ്പെട്ടത്.
പക്ഷെ ഇത് പറയുമ്പം ഇവിടെയും ഇതൊക്കെ പറയുമ്പോഴും ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ UDF തയ്യാറാവുന്നില്ല. അപ്പം നമ്മൾ ഇവർ രണ്ടും ഒരേ തൂവൽപക്ഷികളാന്ന് പറയാൻ വേറെ കാരണം കൂടെ ഉണ്ട്. ഈ മോഡി സർക്കാർ എല്ലാ നിയമങ്ങളും ഭേദഗതി ചെയ്തും ഭരണഘടനാ വിരുദ്ധമായി തന്നെ കൊണ്ടുവന്ന സംഭവമാണ് ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ മോഡി സർക്കാർ കൊണ്ടുവന്നപ്പോൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിനെ എതിർത്തില്ല. ഇന്ന് മാത്രമല്ല, അതിൽ കയറി കോൺഗ്രസ് വളരെ സജീവമായി സഹകരിച്ചു. BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് മേടിച്ചത് കോൺഗ്രസ് ആണ്. BJPക്ക് കൊടുത്തവരൊക്കെ കോൺഗ്രസിനും കൊടുത്തു. അപ്പോൾ ഇതിനെതിരെ സുപ്രീം കോടതി പോയതും ഇത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിയുടെ വിധിക്ക് വഴിയൊരുക്കിയത് CPIM ആണ്. ആ CPIM-നെയാണ് ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങളാണ് CPM ആണ് തൊഴിലാളികൾക്കും കർഷകർക്കും ഒക്കെ എതിരായ പാർട്ടി, കോൺഗ്രസ് ആണ് ഈ തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി നിൽക്കുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ പൈസ മുഴുവൻ മേടിച്ച് പെട്ടിയിട്ടിട്ടാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയോടും കോർപ്പറേറ്റുകളോടും എല്ലാ വിധേയത്വം പുലർത്തിയ കോൺഗ്രസിൻ്റെ നേതാവാണ് ഇവിടെ വന്നിട്ട് CPM ആണ് തിരിച്ചു പറയുന്നത്. അപ്പോൾ ഇതേ രാഹുൽ ഗാന്ധിയുടെ സമീപനം തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവരുടെ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ളൊരു ശ്രമം. ബൈ ബന്ധം. ബൈ. അതുകൊണ്ട് ഇത് കേവലം ഇടതുപക്ഷ വിരുദ്ധത മാത്രമല്ല, ഇവരുടെ നയസമീപനങ്ങളുടെ കാര്യത്തിലും ഇവർ രണ്ടു കൂട്ടരും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇവർക്ക് എതിർക്കാൻ കഴിയില്ല. മാത്രമല്ല, അവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് രണ്ടാവാൻ കഴിയില്ല. അത്രയും രീതിയിൽ അവർ ഇഴുകി ചേർന്ന് പോയി. അപ്പോൾ അത് പറയുമ്പോൾ ഈ ഇന്ത്യ സഖ്യം വന്നു. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ ഇന്ത്യ കൂട്ടായ്മ. അപ്പോൾ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് മുൻകൈ എടുത്ത ഒരു നേതാക്കളൊക്കെ ഉണ്ട്. ആ നേതാക്കളൊക്കെ അവരെ ഇതിൽ നിന്ന് അകറ്റി നിർത്തിയും അവരുടെ പേരൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, എന്തായാലും അവർക്ക് പറയുന്ന പ്രസക്തിയില്ലാത്ത പേരുകളാണ്. പക്ഷെ അവർ ഒരു കാലത്ത് BJPയോട് മനമെടുത്തിട്ടാണ് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. അപ്പോൾ അവരെല്ലാം ഇതിൽ നിന്ന് അകറ്റി നിർത്തുകയും കോൺഗ്രസിൻ്റെ ഇതിലേക്ക് വന്നിട്ട്, പക്ഷേ ശക്തമായൊരു BJP വിരുദ്ധതയിൽ ഉറച്ചു നിന്ന് ഇന്ത്യ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല. കാരണം ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് നേതാക്കളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇതിനെല്ലാം കാരണം. കേരളത്തിൽ തന്നെ കോൺഗ്രസ്സുകാരുടെ സ്വഭാവം നമുക്കറിയാം. അവർക്ക് CPM-നെ ആണ് അവർ ഏറ്റവും BJPക്ക് നേട്ടം ഉണ്ടായാലും വേണ്ടിയില്ല, CPM-നെ ദുർബലമാക്കുക എന്നുള്ളൊരു നയമാണ് കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. അതേപോലെ എല്ലാ സംസ്ഥാനത്തും, ബീഹാർ ആയാലും മഹാരാഷ്ട്ര ആയാലും ഓരോ സംസ്ഥാനത്തും, ബംഗാൾ ഉൾപ്പെടെ, അതുപോലെ മറ്റേ ഉത്തർപ്രദേശ്, ഡൽഹിയിൽ ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകാൻ ഇടയാക്കിയത് കോൺഗ്രസ് അവരാണ്. ആ പരാതി ഈ ഡൽഹി മദ്യനയ കേസിൽ ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് തന്നെ ഒരു സങ്കോചം ഉണ്ടായിരുന്നു. കാര്യം ഇതിന് ഒരു തെളിവില്ലാതെ ഒരു ഇതായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റ് കൊണ്ടു കൊടുത്ത പരാതിയാണ് BJPക്ക് ഒരു ധൈര്യം പറഞ്ഞത്. അതിനെ തുടർന്നാണ്. ഇന്ന് മാത്രമല്ല, സന്ദീപ് ദീക്ഷിതും അജയ് മാക്കനും പിന്നെ അവിടുത്തെ അനിൽ കുമാർ ചൗധരി എന്ന് പറഞ്ഞ അവിടുത്തെ PCC പ്രസിഡന്റുമാരൊക്കെ നിരന്തരം ഇത് ട്വീറ്റ് ചെയ്യുകയും അവർ കൊണ്ടു കൊടുത്ത FIR തന്നെ ഇവർ എക്സിലൊക്കെ ഇട്ട്, അപ്പം BJPക്ക് നിങ്ങളുടെ ഇന്ത്യ കൂട്ടായ്മയുള്ള ആളുകൾ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം പിന്നെ അവർക്ക് ധൈര്യമായി. അതാണ് ഇവരുടെ ഒരു ഇത്. അവർ ഇപ്പം നമ്മുടെ EDയുടെ കേസ് തന്നെ വരും. EDയുടെ കേസ് ഇപ്പം കോൺഗ്രസിൻ്റെ നേതാക്കളെ എല്ലാം ഇവർ ദേശീയ തലത്തിൽ ജോലി ചെയ്യുമ്പം അവർ പറയും ഇത് കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ വേട്ടയെന്ന്. കേരളത്തിൽ വന്നിട്ട് ചോദിക്കും എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ചോദിക്കുന്ന ഇതാണ് ഇവരുടെ ഒരു ഇത്. ഇവർക്ക് അധികാരത്തോടുള്ള ഇവരുടെ ഒരു ഭ്രമമാണ് BJPക്ക് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളെ വേട്ടയിടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പം ചെയ്ത് പിന്നെ ദേശീയപാത ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം BJP കേന്ദ്ര ഗവൺമെൻറ് കാട്ടിക്കൂട്ടിയ എന്തായാലും അവർക്ക് ബൂമറാങ്ങായി തിരിച്ചു വരും എന്ന് തന്നെ. കാരണം ജനങ്ങൾ സമാന്തര ഉദ്ഘാടനം ആഘോഷമായി ഇപ്പം നടത്തി കഴിഞ്ഞു.